ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഹോം സ്കൂളിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് മാരത്തോൺ സീരീസിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നലെ ബിഗിൻ ചെയ്ത സീരീസാണ്. ഫിസിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. ഇന്നലെ ശരത് സാറ് ഫിസിക്കൽ വേൾഡ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററാണ് നമ്മൾ കവർ ചെയ്തിരുന്നത്. ഈ ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കണ്ടുവരുന്നത്. ബിക്കോസ് എന്താണ്, ഫിസിക്സ് കുറച്ച് യൂഷ്വലി ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. സോ ഇവിടെ നമ്മൾ ഈ സീരീസിനകത്ത് എല്ലാ ഫിസിക്സ് ചാപ്റ്റേഴ്സും വളരെ കോംപ്രിഹെൻസീവായിട്ട്, വളരെ ഡീറ്റെയിൽഡായിട്ട്, നമ്മൾ വളരെ പാക്ഡായിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വേറെ പിള്ളേരും കൂടെ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. സോ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഹായ് സുജിത്ത്, മഹേഷ്, വിഷ്ണു, ഹായ്, മേബിൾ. എല്ലാവരും ഇംപ്രൂവ്മെൻറ്റ് സീരീസ് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹായ് വിഷ്ണു. ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് എല്ലാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ 28 നമ്മുടെ ഫിസിക്സ് എക്സാം. സോ നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസും പിന്നെ അത് സംബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസുമാണ്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് നമ്മൾ ഈ ഇയറിൽ, അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. സോ ഇതെല്ലാമാണ് നമ്മൾ ഈ ലൈവ് സെഷനിൽ, നമ്മൾ ഈ 1.5 hour ലൈവ് സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹായ് അഖില. നമ്മുടെ ഫിസിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം 28 ഇറ്റ് ഇസ് ആഫ്റ്റർനൂൺ സെഷനിലാണ്. 60 മാർക്സിനാണ് നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് ഒരു 5 to 6 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 5 to 6 മാർക്സ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് എൻ്റെ ഒരു പ്രോമിസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സെഷനിലെ അജണ്ട നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും, അത് നമ്മൾ സോൾവ് ചെയ്യും. അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ എക്സാമിന്, ഈ വരുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന്. 28 നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം. ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കോർ ചെയ്യാനും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. പക്ഷേ അത് ഒരു തോന്നൽ മാത്രമാണ്. ഫിസിക്സ് വളരെ എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റാണ് ഇഫ് യു സ്റ്റഡി ഇൻ എ റൈറ്റ് വേ. നമ്മൾ കറക്റ്റ് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് ബേസിക്സ് എല്ലാം അറിയാം. ഈ ചാപ്റ്ററിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നറിയാം, പൊസിഷൻസ് അതെല്ലാം അറിയാം അല്ലേ. പക്ഷേ നമ്മൾ ഏറ്റവും പാക്ഡായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി എന്ന് പറയുന്നത് ഗ്രാഫ്സ് ആണ്. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, 2 ടൈപ്പ് ഗ്രാഫ്സാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ഗ്രാഫ് നമ്മൾ കവർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്സും വെലോസിറ്റി ടൈം ഗ്രാഫും. ഓക്കെ, ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. 2 types ഓഫ് ഗ്രാഫ് ദാറ്റ് വി സ്റ്റഡി. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫുമാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, ഡെറിവേഷൻസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. പിന്നെ വരുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. സോ 3 പാർട്ടാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. അതിനുശേഷം ഇഫ് ദർ ഇസ് ടൈം വി ക്യാൻ ഗോ ടു ദ അതർ തിയറി പാർട്സ് ഓൾസോ. സോ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് 2 ഗ്രാഫ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫ്സും. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ ഗ്രാഫിക്കൽ മെത്തേഡിലാണ് യൂഷ്വലി ചോദിച്ചു കണ്ടിട്ടുള്ളത്.
and also numerical problems based on uniformly accelerated motions. So ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ്സിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഗ്രാഫ്സിലോട്ട് പോവാം. സോ പൊസിഷൻ ടൈം ഗ്രാഫാണ് ആദ്യം അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പൊസിഷൻ ഇസ് പ്ലോട്ടഡ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിൽ എന്താണുള്ളത്? വൈ ആക്സിസിൽ പൊസിഷനാണുള്ളത്. ആൻഡ് എക്സ് ആക്സിസിൽ നമ്മൾ യൂഷ്വലി എന്താ പ്ലോട്ട് ചെയ്യുന്നത്? എക്സ് ആക്സിസിൽ യൂഷ്വലി ടൈമാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് പ്ലോട്ടഡ് ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ടൈം ഇസ് പ്ലോട്ടഡ് ഓൺ ദി എക്സ് ആക്സിസ്. Okay, time is plotted on the x-axis, position is plotted on the y-axis, or displacement is plotted on the y-axis. ഇനി ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടുന്നത്? The slope of position time graph gives you velocity. Very important. എന്താണ്? The slope of position time graph will give you velocity. അപ്പോൾ എന്താണ് സ്ലോപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. നമ്മൾ 11th സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. മാത്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് നമുക്ക് എന്താണെന്നറിയാം. സപ്പോസ് നമുക്കൊരു ലൈൻ ഉണ്ട്. ഓക്കെ, വി ഹാവ് ഒരു ലൈൻ ഉണ്ട്. അതിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, x1 x2 x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റ്, and then you have x2 y2 എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ്. ഓക്കെ, സപ്പോസ് there are 2 points A and B. A ൻ്റെ കോർഡിനേറ്റ്സ് x1 y1 and B ൻ്റെ കോർഡിനേറ്റ്സ് x2 y2. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ദ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ x കോർഡിനേറ്റ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോഴേക്കും വൈയിൽ എത്ര ചേഞ്ച് വന്നു? y has changed from y1 to y2 അല്ലേ. y1 എന്ന് തുടങ്ങിയിട്ട് y2 വരെ ചേഞ്ച് ആയി. സോ സ്ലോപ്പിൻ്റെ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഇസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് x2 മൈനസ് x1. x2 മൈനസ് x1. സോ ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ദ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ x കോർഡിനേറ്റ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി ആയത്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വെലോസിറ്റി ആയത്? പൊസിഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. പൊസിഷൻ നമ്മൾ യൂഷ്വലി എക്സ് അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് അല്ലെങ്കിൽ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈം നമ്മൾ ടി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്. സോ ഈ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ x1 ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ പൊസിഷൻ നമുക്ക് x2 ആണെന്ന് വിചാരിക്കാം. x1 ആയിരുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ആ സമയത്ത് ടൈം നമുക്ക് t1 എന്ന് വിചാരിക്കാം. x2 പൊസിഷൻ്റെ ഏത് ടൈമിലാണെന്ന് വിചാരിക്കാം? t2 ആണെന്ന് വിചാരിക്കാം. റൈറ്റ്. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ വൈ. ഇവിടെ വൈയിൽ പ്ലോട്ട് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ഇൻ y ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x ക്വാണ്ടിറ്റി. റൈറ്റ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി. Slope of position time graph is velocity. Very important. Okay, so position time graph നമുക്ക് ഒന്നുകൂടെ പറയാം. Position is plotted on the y axis, time is plotted on the x axis. Slope of position time graph എന്ന് പറയുന്നത് it is velocity. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. റൈറ്റ്. വെലോസിറ്റി ടൈം ഗ്രാഫ്സ് ഇതുപോലെ തന്നെ പേര് പറയുന്ന പോലെ തന്നെ വെലോസിറ്റി എവിടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? വെലോസിറ്റി ഈസ് പ്ലോട്ടഡ് ഓൺ ദ വൈ ആക്സിസ് and time is plotted on the x-axis. Velocity is plotted on the y-axis and time is plotted on the x-axis. And what is the slope of velocity time graph? ഈ velocity time graph ൻ്റെ slope എന്ന് പറയുന്നത് it is change in velocity divided by change in time. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ആരാ? ഇറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സോ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ആക്സിലറേഷൻ. ഓക്കെ, സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് velocity is plotted on the y axis, time is plotted on the x axis. Right. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. സപ്പോസ് എ നിന്ന് ബിയിലോട്ട് പോകുന്നു. എ ഒരു ആ ഇൻസ്റ്റൻറ്റിൽ ഇൻസ്റ്റൻറ്റ് ടൈം t1 ആണെന്ന് വിചാരിക്കുക. ആ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി v1 എന്ന് വിചാരിക്കുക. ബി ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി v2 ആണെന്ന് വിചാരിക്കുക. ആ സമയത്തുള്ള ടൈം t2 ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഇസ് സ്ലോപ്പ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. ഇവിടെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Change in y coordinate v2 final velocity minus initial velocity. v2 minus v1 divided by change in time. What is change in time? t2 minus t1. Okay. So change in velocity divided by time എന്ന് പറയുന്നത് it is equal to acceleration. So slope of velocity time graph is acceleration. Clear? അതുപോലെ
വേറൊരു കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. എന്താണ് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്? ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. Area of velocity time graph will give you displacement. In the area, this is the graph. So area which is made with the time axis ആയിട്ട് make ചെയ്യുന്ന area, or area which is made with the x axis ആയിട്ട് make ചെയ്യുന്ന area ആണ് displacement എന്നാണ്. So area under the velocity time graph will give you displacement. ഇതുവരെയുള്ള കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തരൂ. റൈറ്റ്? Shamir, Akila, clear? Everyone? So, ഒന്നുകൂടെ പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുമ്പോൾ വേറൊരു ഡീറ്റെയിലും കൂടെ ഉണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ? റൈറ്റ്. ഇനി നമുക്ക് ഓരോ ഗ്രാഫ്സ് നമുക്ക് കാണാം. ഓരോ സിറ്റുവേഷൻസിൽ ഓരോ ഗ്രാഫ്സ് നമുക്ക് കാണാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആൻ ഒബ്ജക്റ്റ് വിച്ച് ഇസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് വെലോസിറ്റി. നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു പ്രത്യേകത എന്താ? സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ഈ ഗ്രാഫ് കണ്ടല്ലോ, ദിസ് ഇസ് എ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ് അല്ലേ? നിങ്ങൾ നോക്കിയേ, ടൈം കൂടുന്തോറും എന്താ മാറുന്നത്? പൊസിഷൻ കൂടുന്നുണ്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. സോ വെലോസിറ്റി ഇവിടെ പോസിറ്റീവ് ആണ്. വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 0. വെലോസിറ്റി പോസിറ്റീവ് ആണ്. റൈറ്റ്? ആൻഡ് ഓൾസോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയത്? ബിക്കോസ് സ്ലോപ്പ് നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മുടെ വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, സോ എന്താണ് യൂണിഫോം മോഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് in equal interval of time, or when a body covers equal distances in equal interval of time, അപ്പോൾ ഉള്ള മോഷനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. അതുപോലെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് എന്താ? വെൻ എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അതാണ് നോൺ യൂണിഫോം മോഷൻ. സോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, ഓർ വി ക്യാൻ സേ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി വിത്ത് എ യൂണിഫോം മോഷൻ. റൈറ്റ്? ഇവിടെ ഒരു കാര്യമുണ്ട്, വെലോസിറ്റി പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ടൈം കൂടുന്തോറും, നമ്മൾ ടൈം ആക്സിസിൽ ഇങ്ങോട്ട് പോകുന്തോറും പൊസിഷൻ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ ആസ് ടൈം ഇൻക്രീസസ്, പൊസിഷൻ ഇസ് ഓൾസോ ഇൻക്രീസിങ്. സോ ദ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. റൈറ്റ്? ഇനി അടുത്തതും ഒരു യൂണിഫോം മോഷൻ്റെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? വെലോസിറ്റി നെഗറ്റീവ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ഇവിടെ താഴത്തോട്ടാണ് അല്ലേ? ഇറ്റ് ഈസ് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ഇവിടെ നോക്കിയേ, ടൈം നമ്മൾ മാറുന്തോറും, ടൈം കൂടുന്തോറും എന്ത് പറ്റുന്നുണ്ട്? പൊസിഷൻ കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. പക്ഷേ ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് എ നെഗറ്റീവ് വെലോസിറ്റി. റൈറ്റ്? കാരണം നമ്മൾ ടൈം ഇങ്ങോട്ട് പോകുന്തോറും, ടൈം കൂടുന്തോറും, ആസ് ദ ടൈം ഗോസ് ഓൺ, പൊസിഷൻ നമ്മളിങ്ങനെ കുറഞ്ഞ് വരും. പൊസിഷൻ ഇസ് ഡിക്രീസിങ്. സോ ഇറ്റ് ഇസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി. പക്ഷേ ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു യൂണിഫോം മോഷൻ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് നെഗറ്റീവ് വെലോസിറ്റി. വെലോസിറ്റി ഇവിടെ നെഗറ്റീവ് ആണ്. റൈറ്റ്? അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. എന്താണിത്? ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ്. ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി അറ്റ് റെസ്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ടൈം കൂടുന്തോറും, ടൈം മാറുന്തോറും പൊസിഷൻ മാറുന്നില്ല. റൈറ്റ്? ടൈം മാറുന്തോറും പൊസിഷൻ മാറുന്നില്ല. സപ്പോസ് ഞാൻ ഈ ടൈം എടുക്കുന്നതാണ്, സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് ടൈം. ഈ ടൈം എടുക്കുമ്പോഴേക്കും പൊസിഷൻ എന്ത് തന്നെയാണ്? പൊസിഷൻ ഇത് തന്നെയാണ്.
ഇനി വേറൊരു ടൈം എടുക്കുകയാണ്, വേറൊരു ടൈം എടുക്കുമ്പോഴും പൊസിഷൻ ഏത് തന്നെയാണ്, പൊസിഷൻ ഇത്രയും തന്നെയാണ്, x1 തന്നെയാണ് അല്ലേ, പൊസിഷൻ x1 തന്നെയാണ്. സോ പൊസിഷൻ ഇവിടെ മാറുന്നില്ല, ടൈം മാറുന്തോറും പൊസിഷൻ മാറുന്നില്ല. സോ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ ആ ബോഡി എന്തിലാണ്, ആ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. സോ ദിസ് ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി അറ്റ് റെസ്റ്റ്. ക്ലിയർ? സോ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ്സ് കണ്ടു. ഇനി ഒരു ബോഡി ഇഫ് ഇറ്റ് ഇസ് മൂവിങ് വിത്ത് ആക്സലറേഷൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് ആക്സലറേഷൻ, പോസിറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. റൈറ്റ്? നമുക്കറിയാം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊസിഷൻ ഇസ് directly proportional to the square of time. Position is directly proportional to the square of the time. നമ്മളിവിടെ റിലേഷൻ നോക്കുകയാണെങ്കിൽ പൊസിഷനും ടൈമും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തേക്കണം, ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് റിലേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഗ്രാഫ്സ് എന്ന് പറയുന്നത് ഒരു പാരബോളിക് ഗ്രാഫ് ആയിരിക്കും. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, വൈയിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇഫ് ഇറ്റ് ഇസ് proportional to x square, x square proportional ആണെങ്കിൽ the graph is going to be a parabola. Graph is going to be a parabola. അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് for a body moving with a constant acceleration or positive acceleration. ഓക്കെ, ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ബോഡി ആക്സിലറേറ്റിംഗ് ആണ്. സോ അതുകൊണ്ടാണ് സ്ലോപ്പ് കൂടി വരുന്നത്. ഓക്കെ, സോ ഇതൊരു ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. റൈറ്റ്? ഇനി അടുത്തതായിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ഇതേപോലെ തന്നെ കേർവാണ്, കേർവ് തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം എക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ അല്ലേ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. സോ എക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ, എക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. റൈറ്റ്? സോ ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേർവ് ഇങ്ങനെ അടിയിലോട്ടാണ്, അതൊരു പോസിറ്റീവ് ആക്സിലറേഷൻ അല്ല, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. റൈറ്റ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. റൈറ്റ്? സോ ഇതൊക്കെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ലാൻഡിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. റൈറ്റ്? ഇനി ബോഡി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താ, ദിസ് ഇസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ് ബോഡി അറ്റ് റെസ്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്സ്. ഓക്കെ, സോ ഈ പൊസിഷൻ ടൈം ഗ്രാഫ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്സ്. ഇനി അടുത്ത കൈൻഡ് ഓഫ് ഗ്രാഫ്സ് ആണ് നമുക്കുള്ളത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അടുത്ത ഗ്രാഫ്സ് ആണെന്നുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, വൺ മോർ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് ദെയർ. ഇത് ഏതാണ്, ദിസ് ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് എന്തില്ല, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. നോ ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് ആക്സലറേഷൻ സീറോ. അപ്പോൾ വേണമെങ്കിൽ ഒരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഒന്ന് കളിപ്പിക്കാനായിട്ട് ചോദിക്കാം, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി ഹാവിങ് സീറോ ആക്സലറേഷൻ. സോ സീറോ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദിസ് ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡിയുടെ അതേ ഗ്രാഫ് തന്നെ വരച്ച് വയ്ക്കുക. ഏത്, ആക്സലറേഷൻ സീറോ ആക്സലറേഷനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിഫോം മോഷനിൽ ട്രാവൽ ചെയ്യുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ വരച്ച് വയ്ക്കാം. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്സിനകത്ത് വെലോസിറ്റി എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, വെലോസിറ്റി വൈ ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ടൈം എവിടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, ടൈം നമ്മൾ എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ആക്സലറേഷൻ. ഏതാണ്,
വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് ആക്സിലറേഷനാണ് തരുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഉണ്ട്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ദിസ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. Okay, for a body moving with constant acceleration, uniformly accelerated motion. Uniformly accelerated motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്ലോപ്പ് അവിടെ മേളിലോട്ടാണ് അല്ലേ, അപ്വേർഡ്സ് ആണ് സ്ലോപ്പ്. സോ ആക്സിലറേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ഈ ഗ്രാഫിനകത്ത്. നിങ്ങൾ നോക്കിയേ, ടൈം കൂടുന്തോറും നമ്മൾ റൈറ്റിലോട്ട് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ടൈം ആക്സിസിൽ നമ്മൾ ടൈം കൂടുന്തോറും എന്ത് പറ്റുന്നുണ്ട്, വെലോസിറ്റി കൂടിക്കൂടി വരികയാണ്. റൈറ്റ്, ഇനീഷ്യൽ വെലോസിറ്റീനെ നമ്മൾ V0 എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റീനെ നമ്മൾ V എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താ, ടൈം കൂടുന്തോറും വെലോസിറ്റി കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. So acceleration ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആൻഡ് പോസിറ്റീവ് ആക്സിലറേഷൻ. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? ഗീവ് മീ എ തംസ് അപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഉള്ളതിൽ? അടുത്ത കോൺസെപ്റ്റ്സിലോട്ട് പോവാം. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലാണ് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലെങ്കിൽ V0 എന്ന് പറയുന്നത് അത് ഫൈനൽ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഇത്രയും ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ആകെ ഇത്രേ ഉള്ളൂ. സോ വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. സോ ടൈം കൂടുന്തോറും വെലോസിറ്റി കുറഞ്ഞ് വരികയാണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ എന്താ സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് ഡിക്രീസിങ് ഇൻ ദ സെൻസ് അത് അടിയിലോട്ടാണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അത് എന്താ അടിയിലോട്ടാണ്. സോ ഇറ്റ് ഇസ് എ നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് വൺ. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയത്? ബിക്കോസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ് നമുക്കുള്ളത്, ആൻഡ് ദിസ് ഇസ് എ നെഗറ്റീവ് ആക്സിലറേഷൻ ഓൾസോ. സോ ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ. യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് വൺ, യൂണിഫോം മോഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ? യൂണിഫോം മോഷൻ ഇസ് the motion in which velocity is constant. Uniform motion ൻ്റെ definition നമ്മൾ പഠിച്ചിട്ടുണ്ട്. When the body covers equal distances അല്ലെങ്കിൽ equal distances in equal interval of time, then the body is said to have uniform speed. Uniform speed എന്ന് പറയുന്നത് ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്യാനാണ് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്ക് എന്തുണ്ടെന്ന് പറയാം? യൂണിഫോം സ്പീഡ് എന്ന് പറയാം. നേരെ മറിച്ച് യൂണിഫോം വെലോസിറ്റി പറയുമ്പോഴേക്കും നമ്മൾ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് എന്താക്കുക? ഡിസ്പ്ലേസ്മെൻ്റ് ആക്കുക. When the body covers equal displacement in equal interval of time, then the body is said to have uniform motion. Uniform motionലെ velocity constant ആണ്, velocity മാറുന്നില്ല. റൈറ്റ്, വെലോസിറ്റി മാറുന്നില്ല. സോ ടൈം കൂടുന്തോറും എന്ത് മാറുന്നില്ല? വെലോസിറ്റി മാറുന്നില്ല. ടൈം കൂടുന്തോറും വെലോസിറ്റി മാറുന്നില്ല. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ടൈം എടുക്കണേ, T1 എന്ന് പറഞ്ഞ ടൈം എടുക്കണേ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് തന്നെയാണ്? ആ സമയത്തുള്ള വെലോസിറ്റി അത് V1 ആണെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഇനി ടൈം കൂടുന്തോറും ടൈം T2 ആയി. ടൈം T2 ആകുമ്പോഴും വെലോസിറ്റി എന്ത് തന്നെയാണ്? വെലോസിറ്റി ഇതേ വെലോസിറ്റി തന്നെയാണ്, മാറുന്നില്ലല്ലോ അല്ലേ. വൈ കോർഡിനേറ്റ് നമ്മുടെ മാറുന്നില്ല. സോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ്. നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവോ? ഇല്ല. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, ആക്സിലറേഷൻ 0 ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ഇസ് 0. ഇങ്ങനെയുള്ള ഗ്രാഫ്സ്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഈ ഗ്രാഫ് പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്. ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലലാണ് ഈ ഗ്രാഫ്. ഇങ്ങനെയുള്ള ഗ്രാഫിന് സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0.
എന്തുകൊണ്ടാണ്? ഇവിടെ y മാറുന്നില്ല, y കോർഡിനേറ്റ് മാറുന്നില്ല. x കോർഡിനേറ്റ് മാറുന്നുണ്ടെങ്കിലും y കോർഡിനേറ്റ് മാറുന്നില്ല അല്ലേ? സ്ലോപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. ഇവിടെ x കോർഡിനേറ്റിൽ പ്ലോട്ട് ചെയ്ത ആരാ? ഇവിടെ x ആക്സിസിൽ പ്ലോട്ട് ചെയ്ത ടൈമാണ്. സോ ടൈം മാറുന്തോറും എന്ത് മാറുന്നില്ല? വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. സോ y കോർഡിനേറ്റിന് ചേഞ്ച് ഒന്നുമില്ല. സോ സ്ലോപ്പ് of line or slope of graph parallel to the x-axis is equal to 0. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആരാണ്? ആക്സിലറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫിൻ്റെ സ്ലോപ്പ് 0 ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ ദ ബോഡി ഈസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഇപ്പോൾ ഉള്ള +1 സ്റ്റുഡൻസ് കണ്ടാൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ പോർഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും. നമ്മൾ ഈ സീരീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണവർക്കാണ്. ഇപ്പോൾ +1 പഠിക്കുന്നവർക്കും ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ബാച്ചസും ഉണ്ട്, +1 ബാച്ചസ് ഉണ്ട്. വളരെ ഇൻറ്റൻസീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന +1 റെഗുലർ ട്യൂഷൻസും ഉണ്ട്. കൂടുതൽ എൻക്വയറീസിന് നമ്മുടെ വെബ്സൈറ്റ്സിലോട്ട് പോവാം. നമ്മുടെ ഫോം ഇതിൻ്റെ അടിയിൽ, ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഒരു ഫോം നമുക്ക് കാണാം. അതിനകത്തോട്ടും നിങ്ങൾക്ക് എൻക്വയറീസ് അയക്കാൻ പറ്റും. റൈറ്റ്? ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും +1 സ്റ്റുഡൻസിനും ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പാക്ഡായിട്ട് ഇംപ്രൂവ്മെൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തിയറീസ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കാണുന്നത്. ഏതാ? ഗ്രാഫ്സിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതുപോലെ ഡെറിവേഷൻസ്, ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഡിറൈവ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോഴേക്കും ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി velocity time graph for a body moving with non-uniformly accelerated motion. Non-uniformly accelerated motion ആണ്. Non-uniformly accelerated motion എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, non-uniformly accelerated motionൽ ആക്സിലറേഷൻ ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഓക്കെ, non-uniformly accelerated motion ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. റൈറ്റ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ എന്താ പ്രത്യേകത? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. സോ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ നമ്മളിപ്പോൾ എന്താ കാണുന്നത്? ദിസ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ബോഡി വിത്ത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ വരച്ചേക്കുന്നത്? ഒരു പാരബോളിക് അല്ലെങ്കിൽ ഒരു കേർവ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അവിടെ നമ്മൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഒരു കേർവ് ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരുന്നു? ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ലൈനായിരുന്നു അല്ലേ? സ്ട്രെയിറ്റ് ലൈനായിരുന്നു. കാരണം നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താ? കോൺസ്റ്റൻ്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാണ്? ആക്സിലറേഷൻ. സോ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ എന്തായിട്ട് വരും? കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആവരുത്. സോ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് വരാത്ത ഒരു ഇക്വേഷനാണ് ഏത്, അല്ലെങ്കിൽ ഒരു കേർവ് ആണ് ഏത്? പാരബോള എന്ന് പറയുന്നത്. ഓക്കെ, സോ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. ആക്സിലറേഷൻ പക്ഷേ ഇൻക്രീസിങ് ആണ്. ആക്സിലറേഷൻ ഇവിടെ ഇൻക്രീസിങ് ആണ്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടൈം കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? വെലോസിറ്റി കൂടുന്നുണ്ട്. ടൈം കൂടുന്തോറും വെലോസിറ്റി കൂടുന്നുണ്ട്. റൈറ്റ്? സോ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, പക്ഷേ ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. ആക്സിലറേഷൻ കൂടി വരുന്നുണ്ട്.
ക്ലിയർ? റൈറ്റ്? ഇനി നമുക്ക് പോകാനുള്ളത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡെറിവേഷൻസ് ആണ്. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനാണ്. നമുക്കറിയാം 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ദ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് v ഈക്വൽ ടു u പ്ലസ് at. v is equal to u plus at. അടുത്ത ഇക്വേഷൻ പൊസിഷൻ ടൈം റിലേഷൻ, s is equal to ut plus half at square. s is equal to ut plus half at square. അതുപോലെ തേർഡ് ഇക്വേഷൻ ഇസ് v square minus u square is equal to 2as. v square minus u square is equal to 2as. ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ദീസ് ആർ ദ ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ 3 ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ v ഈക്വൽ ടു u പ്ലസ് at. പിന്നെ പൊസിഷൻ ടൈം റിലേഷൻ s is equal to ut plus half at square. പിന്നെ പൊസിഷൻ ആൻഡ് വെലോസിറ്റി റിലേഷൻ v square minus u square is equal to 2as. v square minus u square is equal to 2as. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? v is equal to v0 plus at. ഞാനിപ്പോൾ തൽക്കാലം v0നെ ഞാൻ u എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണു. v is equal to u plus at. എന്താണ് u? u is the initial velocity. u എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. v എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫൈനൽ വെലോസിറ്റി. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. t is the time interval. t is the time interval and a is the acceleration of the body. a is the acceleration of the body, right? So നമുക്ക് ഈ ഗ്രാഫ്സ് നോക്കാം. ഈ ഗ്രാഫിൽ ദിസ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താണ്? വെലോസിറ്റി ഈസ് പ്ലോട്ടഡ് ഓൺ ദി y ആക്സിസ് ആൻഡ് ടൈം ഇസ് പ്ലോട്ടഡ് ഓൺ ദി x ആക്സിസ്. ടൈം നമ്മൾ x ആക്സിസിൽ പ്ലോട്ട് ചെയ്യേണ്ടത്, വെലോസിറ്റി നമ്മൾ y ആക്സിസിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് ഈ ബോഡിക്ക്. ഈ ബോഡി ടൈം 0 ആയിരുന്ന സമയത്ത്, ടൈം 0 ആവുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u അല്ലെങ്കിൽ v0. u അല്ലെങ്കിൽ v0, റൈറ്റ്? നമുക്കിപ്പോൾ തൽക്കാലം v0ന് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് u എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ, സോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u. ഓക്കെ, ഇവിടെ ഈ ഗ്രാഫിനകത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? OA. കാരണം ടൈം സ്റ്റാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ മോഷൻ തുടങ്ങുമ്പോൾ ഉള്ള ടൈം എത്രയാണ്? ടൈം ഇസ് 0. ആ സമയത്തുള്ള വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഇസ് OA. സോ OA ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു u, അല്ലേ? ടൈം 0 വരുന്ന സമയത്തുള്ള വെലോസിറ്റി ആണ് OA. OA ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, അത് ദാറ്റ് ഇസ് ഈക്വൽ ടു u. ഇനി ടൈം t എത്തുമ്പോഴേക്കും, ടൈം 0 ടിയിലോട്ട് എത്തുമ്പോഴേക്കും ബോഡി A നിന്ന് ബിയിലോട്ട് എത്തി. ഓക്കെ, ആൻഡ് ബിനകത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു v. ക്ലിയർ? ബിയിലെത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v. ക്ലിയർ? ഇതിനെ നമുക്ക് തൽക്കാലം ഇപ്പോൾ E എന്ന് പറഞ്ഞ് വിളിക്കാം. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് E. ഇതിനെ നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് E എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ OE is the final velocity. OE equal to BD ആണ്. OE is equal to BD. കാരണം ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. OEBD എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. സോ OE is equal to BD ആയിട്ട് വരും, അല്ലേ? യാ, OE equal to BD. That is the final velocity. ഇതൊരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എ നിന്ന് ബിയിലോട്ട് ഗ്രാഫ് എങ്ങനെയാണ്? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? ഇനി ടൈം എത്രയാണ് ഇവിടെ? ഈ ഫിഗറിൽ നമുക്ക് ടൈം എത്ര പറയാൻ പറ്റും? എ നിന്ന് ബിയിലോട്ട് പോകുമ്പോഴേക്കും ടൈം 0 ഒന്ന് ടി വരെ എത്തി, റൈറ്റ്? അപ്പോൾ ടൈം എവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തേക്കണേ? എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തേക്കണേ. OD ഈസ് ദ ടൈം ടേക്കൺ, അല്ലേ? OD ഈസ് ദ ടൈം ടേക്കൺ. സോ OD ഈക്വൽ ടു AC. ODയും ACയും സെയിം ആണ്. കാരണം ഇതൊരു റെക്റ്റാങ്കിളാക്കി എടുക്കാം. OACD എന്ന് പറയുന്നത് നമുക്കൊരു റെക്റ്റാങ്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ ODയും ACയും സെയിം ആയിട്ട് വരും. സോ OD ഈക്വൽ ടു AC ഈക്വൽ ടു ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? T minus 0 which is equal to T, right? ഇനി
നമുക്കറിയാം ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്? ബി ഡി ഇസ് ദ ഫൈനൽ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു വി. സി ഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ വെലോസിറ്റി. ഒ എ തന്നെയാണ് സി ഡി എന്ന് പറയുന്നത്. ഒ എ ഇസ് ഈക്വൽ ടു സി ഡി. റെക്ടാങ്കിളുടെ പ്രോപ്പർട്ടി അഗെയിൻ റെക്ടാങ്കിളുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, ദേ ആർ ഈക്വൽ. സോ ഒ എ ഇസ് ഈക്വൽ ടു സി ഡി. ഒ എ ഇസ് ഈക്വൽ ടു സി ഡി ഈക്വൽ ടു യു. ആൻഡ് ഒ ഇ equal to BD, that is the final velocity which is equal to V. Time taken എത്രയാണ്? OD equal to AC equal to time taken അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് എടുക്കാം. വാട്ട് ഇസ് ടാൻ തീറ്റ ഓഫ് ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫിൻ്റെ നമുക്കിത് സ്ലോപ്പ് എത്രയാണെന്ന് വിചാരിക്കാം. ലെറ്റ് ഇറ്റ് മേക്ക് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, സ്ലോപ്പിനൊരു ഫോർമുലയും കൂടെ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് എ ലൈൻ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു ഗ്രാഫിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ ഗ്രാഫ്, ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഗ്രാഫ് വിത്ത് ദി എക്സ് ആക്സിസ്, അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. എന്താ ഇവിടെ തീറ്റ എന്ന് പറയുന്നത്? തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഗ്രാഫ് വിത്ത് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ആയിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നത്, എക്സ് ആക്സിസ് ആയിട്ട് ആ ഗ്രാഫ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ഏത് ട്രയാങ്കിൾ? ലെറ്റ് us ടേക്ക് ദ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുമ്പോഴേക്കും ടാൻ തീറ്റ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ നമുക്ക് ടാൻ തീറ്റ എടുക്കാം. Now what is tan theta? Tan theta is equal to BC divided by AC. എന്താ tan theta എന്ന് പറഞ്ഞാൽ opposite side by adjacent side. So it is equal to BC by AC. BC by AC. Right? ഇനി BC എന്ന് പറയുന്നത് എന്താ? BC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? BC can be written as, BC എന്ന് പറയുന്നത് BD minus CD എന്ന് എഴുതാം. BC can be written as BD minus CD. ബി ഡി മൈനസ് സി ഡി എന്നുള്ള രീതിയിൽ എഴുതാം. വാട്ട് ഇസ് ബി ഡി? ബി ഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ. വാട്ട് ഇസ് ബി ഡി? ബി ഡി ഈസ് ഈക്വൽ ടു ദ ഫൈനൽ വെലോസിറ്റി. ആൻഡ് വാട്ട് ഇസ് സി ഡി? സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. സി ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. സോ ബി സി ഈസ് ഈക്വൽ ടു ബി ഡി മൈനസ് സി ഡി, വി മൈനസ് യു. ബി ഡി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആൻഡ് സി ഡി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് വി മൈനസ് യു. So tan theta is equal to BC. What is BC? BC is equal to V minus U divided by T. Okay, OD എന്ന് പറയുന്നത് എത്രയാണ്? OD എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു AC. OD is equal to AC. അത് എത്രയാണെന്ന് പറഞ്ഞേക്കണം? ഇറ്റ് ഇസ് ഈക്വൽ ടു T. So V minus U by T. ഓക്കെ, ഇനി നമുക്കറിയാം സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? സോ tan theta കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് will give you, slope of the graph is given by tan theta. Theta ആണ് നമ്മുടെ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. theta is the angle made by the graph with the x axis. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് tan theta ആണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാ? ഇറ്റ് ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ. അപ്പോൾ ഈ tan തീറ്റയ്ക്ക് പകരം നമുക്ക് കൊടുക്കാം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ആക്സലറേഷൻ. സോ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ, സോ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലോട്ട് എത്താൻ പറ്റും. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് എത്തുന്നത്. റൈറ്റ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ? മുഹമ്മദ്, ഇതിൻ്റെ PDF നോട്ട്സ് കിട്ടും. നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. കോർഡിനേറ്റേഴ്സിനോട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ നോട്ട്സ് കിട്ടും. PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. റിക്വസ്റ്റ് നമുക്ക് ഈ സെഷൻ്റെ നിങ്ങൾ കമൻസിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. യു ക്യാൻ ഗെറ്റ് ദ നോട്ട്സ്. Okay, so this is the first equation of motion. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ട് വരുന്നത്. സോ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ ഡെറിവേഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്
S is equal to ut plus half at square ആണ്. Okay, S is equal to ut plus half at square. ഈ S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ ഫൈനൽ പൊസിഷൻ നമുക്ക് എക്സ് എന്ന് പറഞ്ഞു വിളിക്കാം, ഇനീഷ്യൽ പൊസിഷനെ നമുക്ക് x0 എന്ന് പറഞ്ഞു വിളിക്കാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0. ഓക്കെ, അതുകൊണ്ടാണ് എസ്സിനെ നമുക്ക് എക്സ് മൈനസ് x0 എന്ന് എഴുതുന്നത്. റൈറ്റ്, ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഓൾവേസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിറൈവ് ചെയ്യണത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കേസിൽ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുന്നത്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ആക്സിലറേഷൻ അല്ലേ, ആൻഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എ ബി എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഏരിയ നമുക്ക് എന്ത് കിട്ടും? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഈ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ മെയ്ഡ് ബൈ ദ ഗ്രാഫ് വിത്ത് ദ ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്താൽ മതി. സോ ഏരിയ, ഇവിടെ ഏരിയ ഒ എ ബി ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ സി ഡി. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ സി ഡി ആണ്. ദിസ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് എ സി ആണ്, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഒ എ സി ഡി. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഒ എ ഇൻറ്റു ഒ ഡി എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു ഒ ഡി. സോ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു എ സി. എ സി എന്ന് പറയുന്നത് എന്താ? എ സി ഈസ് ഈക്വൽ ടു ഒ ഡി ഈക്വൽ ടു, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഒ ഡി ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ അല്ലേ, ആൻഡ് ഒ എ ഈക്വൽ ടു സി ഡി. ഒ എ ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. ഒ എ ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. ഇനി ബി സി എന്ന് പറയുന്നത് എന്താ? ബി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ബി സി ഇസ് ഈക്വൽ ടു ബി ഡി മൈനസ് സി ഡി. ബി ഡി മൈനസ് സി ഡി. എന്താ ബി ഡി എന്ന് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി, ആൻഡ് സി ഡി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ബി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു. റൈറ്റ്, സോ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി. എ സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൈം ടേക്കൺ, ആൻഡ് ബി സി. ബി സി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ബി സി is equal to change in velocity, which is equal to v minus u. So half into t into v minus u plus OA into OD. OA എന്താണ്? OA is the initial velocity, and OD എന്ന് പറയുന്നത് it is equal to time taken. So OA is equal to u and OD is equal to time taken. Right? ഇതുവരെ ക്ലിയർ അല്ലേ? സോ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി മൈനസ് യു. വി മൈനസ് യുവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അത് നമുക്ക് ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തു. എന്താ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ വി മൈനസ് യു എന്താ? വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ ചെയ്യാം. സോ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി പ്ലസ് യു ടി. Right? S is equal to half into t into at plus ut. So finally നമുക്ക് എന്ത് കിട്ടും? Finally what you get is S is equal to ut plus S is equal to ut plus half at square.
S is equal to ut plus half at square. Clear? Clear, Mohammed? Okay ആണോ? S is equal to ut plus half at square. So S എന്ന് പറയുന്നത് എന്താ? S എന്ന് പറയുന്നത് it is a final position minus initial position. So x minus x0 equal to ut plus half at square. X minus x0 is equal to ut plus half at square. So this is the second equation of motion. ഇതാണ് second equation of motion എന്ന് പറയുന്നത്. Clear? ഇത് വളരെയധികം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യുക ഗ്രാഫിക്കൽ മെത്തേഡ് എപ്പോഴും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ ഗ്രാഫ്സും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് യൂഷ്വലി 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ലൈക്ക് 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് 5 അല്ലെങ്കിൽ 6 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും ഈ 2 തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാഫ്സും ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനും. അതിനുശേഷം ഇതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യാനും നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ. നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും 5 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. തേർഡ് ഇക്വേഷൻ അടുത്തത് ഏതാണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, വെലോസിറ്റി പൊസിഷൻ റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് ടൈമിൻ്റെ ടേംസ് ഒന്നും കാണാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇവിടെയും നമ്മൾ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റാണ്, റൈറ്റ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആ ഒരു രീതിയിലല്ല. ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് ഒറ്റൊരു ഫിഗറായിട്ട് എടുക്കും. ഇതിങ്ങനെ ഒറ്റൊരു ഫിഗറായിട്ട് എടുക്കുമ്പോൾ ഇതെന്താണ്? ഇറ്റ് ഇസ് എ ട്രെപ്പേസിയം. ഇതൊരു ട്രെപ്പേസിയമാണ്. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രെപ്പേസിയം, ഏരിയ ഓഫ് ട്രെപ്പേസിയം, ഏരിയ ഓഫ് ട്രെപ്പേസിയം OABDO, OABD. ഓക്കെ, റൈറ്റ്? എങ്ങനെയാണ് നമ്മൾ ട്രെപ്പേസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ട്രെപ്പേസിയത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മാത്സിലൊരു ഫോർമുല അല്ലേ? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ആ ഫോർമുല അറിഞ്ഞിരിക്കണം. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്, സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഇതാണ് ട്രെപ്പേസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഇവിടെ നിങ്ങൾ ഈ ട്രെപ്പേസിയം നമുക്ക് നോക്കാം. OABD, ഇതാണ് നമ്മുടെ ട്രെപ്പേസിയം. ഒരു പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഉണ്ട്. എന്താണ് പാരലൽ സൈഡ്സ്? OA ആൻഡ് BD ആർ ദ പാരലൽ സൈഡ്സ്. OAയും BDയും ആണ് പാരലൽ സൈഡ്സ് ആയിട്ട് വരുന്നത്. സോ S is equal to half into OA and BD are the parallel sides. OA plus BD അതിൻ്റെ സം എടുക്കുക ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. പെർപെൻഡിക്കുലർ ഹൈറ്റ് എത്ര? ഈ 2 സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് എത്രയാണ്? ഇറ്റ് ഇസ് OD അല്ലെങ്കിൽ AC. AC അല്ലെങ്കിൽ OD ആണ് പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഹൈറ്റ് എടുക്കാൻ പറ്റില്ല, ഇത് സ്ലാൻഡ് അല്ലേ, സ്ലാൻഡിങ് ആണ്. ഇല്ല, പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുക്കണം. ഈ 2 സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു OD എന്ന് പറയുന്നത് എത്രയാണ്? OD ആണ്, റൈറ്റ്? സോ S is equal to half into OA. നമ്മൾ നേരത്തെ കണ്ടു OA എന്താണ്? OA is the initial velocity. OA is the initial velocity, right? OA is the initial velocity. BD എന്താണ്? BD is the final velocity. നേരത്തെ കണ്ടതാണ്. BD is the final velocity. So half into U plus V. BD is the final velocity into OD. OD എന്താണ്? നമ്മൾ നേരത്തെ ഡെറിവേഷൻസിലെല്ലാം കണ്ടതാണ്. OD is equal to AC is equal to time taken. OD equal to AC is equal to time taken. So S is equal to half into U plus V into T. half into U plus V into T. ഇവിടെ നമുക്ക് T നമുക്ക് കിട്ടണം. T നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ഗ്രാഫിൽ നിന്ന് കിട്ടില്ല. നമ്മൾ പഴയ ഇക്വേഷൻ്റെ ഹെൽപ്പ് നമ്മൾ എടുക്കും.
ഏതാണ് ആ ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം v is equal to u plus at ആണ്. v is equal to u plus at. v is equal to u plus at. So what is a? ഇവിടെ നമുക്ക് a എന്ത് കിട്ടും? അല്ല t, a അല്ല, t നമുക്ക് എന്ത് കിട്ടും? t is equal to v minus u by a. നമുക്ക് t ആണ് വേണ്ടത്. സോ ടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് t is equal to v minus u by a. നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, റൈറ്റ്? t is equal to v minus u by a. So s is equal to half into u plus v into t ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി v equal to u plus at. സോ t is equal to v minus u by a. v minus u by a എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. v minus u by a, റൈറ്റ്? സോ s is equal to, ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം, v plus u by 2 into v minus u by a. v plus u by 2 into v minus u by a. നമ്മളിത് പഠിച്ചിട്ടുണ്ട് മാത്സിനകത്ത്, അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? കമൻറ്റിലൊന്ന് പറഞ്ഞേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? ലൈവ് കാണുന്നവർ കമൻറ്റിലൊന്ന് ചെയ്തേ, എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? വാട്ട് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? മാത്സിലെ ഫോർമുല. a plus b into a minus b is a square minus b square, അല്ലേ? a plus b into a minus b is a square minus b square. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ എന്തുണ്ട്? v plus u into v minus u. v plus u into v minus u എന്ന് പറയുന്നത് it is equal to v square minus u square, അല്ലേ? v square minus u square divided by 2a. v square minus u square divided by 2a. Yeah, correct, Cinderella. a plus b into a minus b എന്ന് പറയുന്നത് a square minus b square. So v plus u into v minus u എന്ന് പറയുന്നത് it is equal to v square minus u square. So s is equal to v square minus u square by 2a, right? So v square minus u square നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? v square minus u square is equal to 2as. v square minus u square is equal to 2as. Clear? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണെന്ന് നമുക്കറിയാം. സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. സോ ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, തേർഡ് ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. സോ ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു 3 മാർക്സിന് അല്ലെങ്കിൽ 2 മാർക്സിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. സോ ഈ രണ്ട് തിയറി പോർഷൻസ് മസ്റ്റായിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് പഠിച്ചേ പറ്റൂ. എല്ലാ ഗ്രാഫ്സും എല്ലാ സിറ്റുവേഷനിലും വരയ്ക്കാൻ അറിയണം. പൊസിഷൻ ടൈം ഗ്രാഫ്, ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി അറ്റ് റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്, യൂണിഫോം മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഓക്കെ, ആക്സലറേറ്റഡ് മോഷനുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? കമൻറ്റിൽ പറയൂ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പറയൂ, ആരാ ആദ്യം പറയണേ നോക്കട്ടെ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. Slope of position time graph will give you velocity. Okay, position time graph in the slope എന്താണ്? It is equal to velocity. അതുപോലെ തന്നെ velocity time graph in the slope എന്താണ്? It is equal to acceleration. velocity time graph in the slope എന്ന് പറയുന്നത് acceleration. position time graph in the slope എന്ന് പറയുന്നത് it is equal to velocity. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ്. So the slope of position time graph is equal to velocity and slope of velocity time graph is equal to acceleration. Clear? So നമുക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. We will be back. Okay.
ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അല്ലേ. ബ്രേക്കിന് മുമ്പ് നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഗ്രാഫ്സ് കണ്ടു, അതുപോലെ തന്നെ ഡെറിവേഷൻസ് കണ്ടു, ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻസ് കണ്ടു. ഇനി നമ്മൾ അടുത്ത സെഷനിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് ഏരിയയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ഏരിയയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇംപ്രൂവ്മെൻറ്റ് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ടല്ലോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1, 1, 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 2 മാർക്ക്. ഓക്കെ, ഡിഫൈൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ്റെ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ യൂണിഫോം മോഷൻ്റെ
ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നും കൂടെ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, then the body is said to have a uniform motion. അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയാം. ഡിസ്റ്റൻസ് പറയുമ്പോഴേക്കും അവിടെ നമ്മൾ പറയുന്നത് യൂണിഫോം സ്പീഡ് എന്ന് പറയും. അല്ലേ? യൂണിഫോം സ്പീഡ് പറയുമ്പോഴേക്കും വെൻ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, യൂണിഫോം സ്പീഡ് പറയുമ്പോഴേക്കും. ആൻഡ് യൂണിഫോം വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് പറയുക? വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, യൂണിഫോം സ്പീഡ് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. കാരണം സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്ന് പറയുന്നത് അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യാം, ബിക്കോസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ യൂണിഫോം സ്പീഡ് പറയുമ്പോൾ വെൻ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ, അതിനെയാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. When a body covers equal displacement in equal interval of time. When a body covers equal displacement in equal interval of time. അങ്ങനെയുള്ളതിനെ നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ യൂണിഫോം മോഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. When a body covers equal distance or equal displacements in equal interval of time, the body is said to have uniform motion. എന്നിട്ട് നിങ്ങൾക്ക് എന്നുകൂടെ പറയാം, ഒരു പോയിന്റ് കൂടെ പറയാം. ഇൻ യൂണിഫോം മോഷൻ വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ, യൂണിഫോം മോഷൻ വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഓർ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് യൂണിഫോം മോഷൻ ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. യൂണിഫോം മോഷനിലെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. യൂണിഫോം മോഷനും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനും കൺഫ്യൂസ് ചെയ്യരുത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ്. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, when a body covers equal displacement in equal interval of time, the body is said to have uniform motion എന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി velocity time graph of a uniformly accelerated motion. Draw the velocity time graph of a uniformly accelerated motion. Okay, uniformly accelerated motion velocity time graph എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ആക്സിലറേഷൻ. ഇനി സ്ലോപ്പ് എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവണത്? സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈനാണ് കോൺസ്റ്റൻറ്റ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് ഇൻക്ലൈൻഡ് ടു ദി എക്സ് ആക്സിസ്. ടൈം ആക്സിസിന് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് ഇൻക്ലൈൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാ? ആക്സലറേഷൻ. സോ ആക്സലറേഷൻ കോൺസ്റ്റൻറ്റ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. നമ്മളിത് കണ്ടതാണ്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദി എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ്. ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ക്ലിയർ? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അടുത്തത്, യൂസിങ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് ഏത് ഇക്വേഷനാണ്? ഇത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഇല്ലേ? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇതേ ഡെറിവേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ഇല്ല. ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഡിറൈവ് ചെയ്ത പോലെ ജനറലായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താ അസ്യൂം ചെയ്യുക? ലെറ്റ് us assume the initial position as 0. എന്നിട്ട് നമുക്ക് എക്സ് മൈനസ് എക്സ് 0 ഉള്ള സ്ഥലത്ത് എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഗ്രാഫിക്കൽ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ്, ഒരു പ്രാവശ്യം ഇവിടെ പെട്ടെന്ന് ചെയ്യുക. ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി
plus area of rectangle OACD. So area of triangle ടെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹാഫ് ഇൻറ്റു AC ഇൻറ്റു BC പ്ലസ് റെക്ടാങ്കിളുടെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് OA ഇൻറ്റു OD. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AC എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ടൈം ആൻഡ് BC എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി BD ആണ്, ഇനീഷ്യൽ വെലോസിറ്റി CD ആണ്. സോ BD മൈനസ് CD ആണ് BC എന്ന് പറയുന്നത്. സോ BC ഈസ് ഈക്വൽ ടു V മൈനസ് U ആൻഡ് OA ഇൻറ്റു OD എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു U ഇൻറ്റു T. OA ഇൻറ്റു OD എന്താണ്? U ഇൻറ്റു T ആണ്. റൈറ്റ്, OA ഇൻറ്റു OD എന്താണ്? U ഇൻറ്റു T ആണ്. V മൈനസ് U ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം V ഈക്വൽ ടു U പ്ലസ് AT. അവിടെ അപ്പോൾ V മൈനസ് U എന്ത് കിട്ടും? V മൈനസ് U ഇസ് ഈക്വൽ ടു AT. സോ S ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു T ഇൻറ്റു AT പ്ലസ് UT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഈ ഡെറിവേഷനാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടെ X ആണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് X മൈനസ് X0 ആണ് നമ്മൾ ചെയ്യുന്നത്. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ എന്തായിട്ട് അസ്യൂം ചെയ്യാം? ഇനീഷ്യൽ പൊസിഷൻ നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സോ ഈ ഒരു നമ്മൾ ഈ ഇത്രയും സെഷനിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞാണ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഗ്രാഫ് ഡെറിവേഷനും നമ്മൾ ചെയ്തതാണ്. സോ ഇത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? യു വിൽ ഗെറ്റ് 4 മാർക്സ്. ഈസി ആയിട്ട് 4 മാർക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംപ്രൂവ്മെൻറ്റിൽ തന്നെ. സോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, യൂണിഫോം മോഷൻ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണതാണ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. സോ ആൻസർ ഇസ് വെലോസിറ്റി. ആക്സിലറേഷൻ വരുമോ? ഇല്ല. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചേക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, നമ്മൾ വരയ്ക്കുന്നത് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. സോ അവിടെ സ്ലോപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം Y കോർഡിനേറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫോഴ്സ് ഈ ലെസണിലേ വരുന്നില്ല. അടുത്ത ലെസൺ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ലെസണിലാണ് ഫോഴ്സ് വരുന്നത്. സോ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേ വേണ്ട. സോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. ഇതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റാണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന്. അടുത്തത് ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നോക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ത്രോൺ vertically upwards with initial velocities as shown in the figure. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇത് കണ്ടല്ലോ, 2 ട്രയാങ്കിൾ പോലെയൊക്കെ ഉണ്ട്. ആദ്യം വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ? വെലോസിറ്റി കുറഞ്ഞു, പിന്നെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ത്രോൺ vertically upwards, okay, with the initial velocity is shown in the figure. What is the magnitude of the initial velocity of the ball? Okay, first question, magnitude of initial velocity of ball. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ദിസ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. ടൈം 0 ആയിരുന്ന സമയത്തുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ടൈം 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റി, റൈറ്റ്? ടൈം 0 സ്റ്റാർട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ടൈം 0 ആയിരുന്ന സമയത്തുള്ള വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഈസ് 100. വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 100, റൈറ്റ്? സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ? നമുക്ക് ഈ ഗ്രാഫിൽ എന്ത് ചെയ്യുക? ടൈം 0 ആയിരുന്ന സമയത്തുള്ള വെലോസിറ്റി നോക്കാം. ടൈം 0 ആയിരുന്ന സമയത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, calculate the distance travelled by the ball during
20 seconds ഫ്രം ദ ഗ്രാഫ്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. ഓക്കെ, ഇവിടെ കുറച്ചധികം കോൺസെപ്റ്റ്സ് പറയാം. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഒരു ബോഡി മേളിലോട്ട് എറിയാണ്. വി ആർ ത്രോയിങ് എ ബോഡി മേളിലോട്ട് എറിയണം. ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബോഡീനെ നമ്മൾ മേളിലോട്ട് എറിയുന്നു. മേളിലോട്ട് എറിയുമ്പോൾ നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ഇവിടെ എത്ര? 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. 100 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മളൊരു കോൺസെപ്റ്റ് എപ്പോഴും പഠിക്കുന്നുണ്ട്, ഫ്രീ ഫോൾ അല്ലെങ്കിൽ ഒരു ബോഡി നമ്മൾ മേളിലോട്ട് എറിയുകയാണെങ്കിൽ എന്താ? മേളിലോട്ട് എറിയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിനകത്ത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിനകത്ത് വെലോസിറ്റി 0. ഓക്കെ, ബോഡി നമ്മൾ എറിഞ്ഞു, അത് ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വെലോസിറ്റി 0 ആവും. വെലോസിറ്റി 0 ആവും. കാരണം ബോഡി മുകളിലോട്ട് എറിയുമ്പോഴേക്കും ഗ്രാവിറ്റിക്ക് എതിരെയാണ് പോകുന്നത് അല്ലേ? ഇറ്റ് ഈസ് മൂവിങ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ കണ്ട അപ്രോക്സിമേറ്റ്ലി ഒരു 10 എത്തുമ്പോഴേക്കും, ഒരു 10 സെക്കൻഡ്സ് ഒക്കെ എത്തുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്? അതിൻ്റെ വെലോസിറ്റി 0 ആവുന്നുണ്ട് അല്ലേ? വെലോസിറ്റി 0 ഉണ്ട്. അപ്പോൾ ഈ 10 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് അത് ഏറ്റവും മാക്സിമം ഹൈറ്റിലെത്തുന്നത്. 10 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ്. കാരണം എങ്ങനെ മനസ്സിലായി എനിക്ക് ഗ്രാഫിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി 0 ആയി. 10 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും വെലോസിറ്റി 0 ആയി. അതാണ് മാക്സിമം ഹൈറ്റിലെത്തുന്ന പോയിന്റ്. ഇനി അതേ ദൂരം അത് താഴത്തോട്ട് വീഴുന്നു. ഓക്കെ, നമ്മളൊരു ബോഡി മുകളിലോട്ട് എറിഞ്ഞു, അത് മുകളിലോട്ട് ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഗ്രാവിറ്റിക്ക് എതിരെയാണ് നീങ്ങുന്നത്. അപ്പോൾ എന്ത് പറ്റും? വെലോസിറ്റി കുറഞ്ഞ് വരും. വെലോസിറ്റി കുറഞ്ഞ് വന്ന് ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എന്താവും? 0 ആവും. ഹയസ്റ്റ് പോയിന്റിൽ എത്താനായിട്ട് എത്ര ടൈം എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് എളുപ്പത്തിൽ പറയാൻ പറ്റും. 10 സെക്കൻഡ്സ് എടുത്തു എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഈ 10th സെക്കൻഡിലാണ് വെലോസിറ്റി എന്തായി മാറുന്നത്? 0 ആവുന്നത്. എനിക്കറിയാം 0 വെലോസിറ്റി എപ്പോഴാണ് എത്തുന്നത്? ഹയസ്റ്റ് പോയിന്റിലാണ്. റൈറ്റ്? ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അടിയിലോട്ട് വരച്ചിരിക്കുന്നത്? കാരണം ഡയറക്ഷൻ മാറി അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുകളിലോട്ടായിരുന്നു, പൊക്കത്തോട്ടായിരുന്നു. ഇനി ഹയസ്റ്റ് പോയിന്റിലെത്തിയതിന് ശേഷം പിന്നെ അത് താഴത്തോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും അല്ലേ? താഴത്തോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ വെലോസിറ്റി നെഗറ്റീവായിട്ട് പ്ലോട്ട് ചെയ്തേക്കണേ. അതുകൊണ്ടാണ് ഇത്ര തന്നെ ഏരിയ, എത്ര ദൂരമാണോ മുകളിലോട്ട് ട്രാവൽ ചെയ്ത് അത്രയും ദൂരം തന്നെ താഴത്തോട്ട് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഏരിയ നമുക്ക് ഈക്വലായിട്ട് താഴത്തോട്ടും കിട്ടിയത്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത് മൂവിങ് അപ്വേർഡ്സ് ആണ്. ബോഡി ഈസ് മൂവിങ് അപ്വേർഡ്സ്. ആൻഡ് ഈ ഒരു പോർഷനിൽ ബോഡി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. അപ്വേർഡ്സ് ഉള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തുകൊണ്ടാണ് അത് +100. ഓക്കെ, ലാസ്റ്റ് അത് ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 100. പക്ഷേ ഇവിടെ നമ്മൾ -100 എന്നാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സായി. ഇപ്പോൾ അത് അടിയിലോട്ടാണ് അത് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റി 0 ആയി വന്നത്. ഹയസ്റ്റ് പോയിന്റിൽ എത്തിയതിന് ശേഷം പിന്നെ അത് താഴത്തോട്ട് നീങ്ങാൻ തുടങ്ങും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ. ക്ലിയർ? സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ക്ലാസ്സിൻ്റെ ഇനീഷ്യലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. ഞാനൊരു ബോഡി എറിയുന്നു, ആ ബോഡി എൻ്റെ കയ്യിൽ നിന്ന് ലീവ് ചെയ്യുന്നു, തിരിച്ച് ആ ബോഡി എൻ്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു വരുന്നു. സോ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണ് അല്ലേ? എറിയുന്ന അതേ പൊസിഷനിലോട്ടാണ് ബോഡി ലാസ്റ്റ് തിരിച്ചു വരുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 0 ആണ്. റൈറ്റ്? സോ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 0 ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ ഏരിയ പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, ഈ ഏരിയ പോസിറ്റീവ് ആണെങ്കിൽ അത്ര തന്നെ ഏരിയ എങ്ങോട്ടും ഉണ്ട്, അത്ര തന്നെ ഏരിയ അടിയിലോട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഏരിയ എടുക്കുമ്പോഴേക്കും എന്തായിട്ട് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? ഡിസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഈ 2 ട്രയാങ്കിൾ ആഡ് ചെയ്താൽ മതി. കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ ആഡ് ചെയ്യാം. സോ അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ 2 ട്രയാങ്കിൾ ആഡ് ചെയ്യുന്നത്? കാരണം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഈ 2 ഏരിയ ആഡ് ചെയ്താൽ മതി.
സോ എന്താണ് ഈ ട്രയാങ്കിളുടെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു എത്ര? നമുക്കൊരു 10 ആക്കി എടുക്കാം. ലെറ്റ് ദിസ് പോയിന്റ് ബി 10. ഇത് 10 ആക്കി എടുക്കാം. സോ 0 to 10 ആണ് നമ്മുടെ ടൈം വേരി ചെയ്യുന്നത്. 10 seconds അതാണ് ബേസ് വരുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഹൈറ്റ്? വെലോസിറ്റി എത്രയാണ്? വാട്ട് ഇസ് ദ ഹൈറ്റ്? പെർപെൻഡിക്കുലർ ഹൈറ്റ് എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 100 അല്ലേ? സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100. ഇത് ഒരു ട്രയാങ്കിളുടെ ഏരിയ ആണ്. ഇത് തന്നെയാണ് ഈ ട്രയാങ്കിളിലും. 10 to 20. 10 to 20 അപ്പോൾ വേരിയേഷൻ എത്രയുണ്ട്? 10 to 20 വേരിയേഷൻ വരുമ്പോഴേക്കും 10 തന്നെയാണ് അല്ലേ? 10 to 20 വേരിയേഷൻ എത്രയാണ്? 10 തന്നെയാണ്. സോ എഗെയിൻ ഇറ്റ് ഇസ് ഹാഫ് ഓഫ് 20 minus 10 which is equal to 10. ടൈമിൻ്റെ വേരിയേഷൻ 10 തന്നെയാണ്. ആൻഡ് ഹൈറ്റ് എത്രയാണ്? ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു -100. സോ ഹൈറ്റ് എത്ര തന്നെയാണ്? 100 തന്നെയാണ്. ഇത് ഡിസ്റ്റൻസ് ചോദിച്ചുകൊണ്ടാണ് ഈ രണ്ട് ഏരിയ ആഡ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഈ രണ്ട് ഏരിയ ഈക്വൽ ആണ്, പക്ഷേ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എവിടെ നിന്നാണ് എറിയുന്നത് അതേ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നു. സോ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചോദിച്ചേക്കണം. അപ്പോൾ ഈ രണ്ട് ഏരിയ ആഡ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 500 അല്ലേ? 500 പ്ലസ് എഗെയിൻ ഇവിടെ എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 500. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു 1000 meters. Total distance traveled is equal to 1000 meters. Find the acceleration of the ball from the graph. Acceleration of the ball from the graph. ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാനല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാണ്? ചുമ്മാ നമ്മൾ 9.8 എന്ന് എഴുതിയാണ് അല്ലേ? 9.8 meter per second square. അപ്രോക്സിമേറ്റ്ലി 10 meter per second square നമ്മൾ എഴുതിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ ബോഡി എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നത്? ഈ ബോഡി ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നത്. ബോഡി എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ്? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 meter per second square ആണ്. 9.8 meter per second square. ഓക്കെ, ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള കൺവീനിയൻസിൽ നമ്മൾ 10 meter per second square ചെയ്യാറുണ്ട്. അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 10 meter per second square ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 9.8 meter per second square ചെയ്യണം. ഓക്കെ, ഇവിടെ അത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ദിസ് ബോഡി ഈസ് മൂവിങ് അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിലാണ് ഈ ബോഡി നീങ്ങുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യു ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗ്രാഫ്. ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസെപ്റ്റ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ ഇസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ദിസ് ഇസ് എ നെഗറ്റീവ് സ്ലോപ്പ്. കാരണം ഇവിടെ ബോഡി ഈസ് മൂവിങ് അപ്വേർഡ്സ് നീങ്ങുമ്പോഴേക്കും ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലാണ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് വരും? ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് വരും അല്ലേ? സോ എങ്ങനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുക? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ എക്സ് ക്വാണ്ടിറ്റി നോക്കാം. 0 തുടങ്ങിയിട്ട് 10 വരെ ടൈം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും 0 തുടങ്ങിയിട്ട് 10 വരെ ടൈം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എത്ര ടൈം? 0 to 10 ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഫൈനൽ ടൈം ഇസ് 10, ഇനീഷ്യൽ ടൈം 0. 0 ഉള്ള സമയത്ത് വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 100. പിന്നെ 10 seconds കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? 10 seconds കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി 0. ഓക്കെ, സോ സ്റ്റാർട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റിൽ ടൈം 0 seconds ആണ്. ആ സമയത്തുള്ള വെലോസിറ്റി എന്താണ്? ആ സമയത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. വെലോസിറ്റി ഈസ് 100 meter per second. ഇനി ടൈം കുറച്ച് കഴിയുമ്പോഴേക്കും 10 seconds കഴിയുമ്പോഴേക്കും എന്ത് പറ്റി? ടൈം 10 seconds കഴിയുമ്പോഴേക്കും വെലോസിറ്റി എന്ത് പറ്റി? വെലോസിറ്റി 0 ആയി. എന്താണ്? ബിക്കോസ് ബോഡി ഹാസ് റീച്ച് ദ മാക്സിമം ഹൈറ്റിൽ ബോഡി എത്തിക്കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. റൈറ്റ്? അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. റൈറ്റ്? അപ്പോൾ 0 മൈനസ് 100 ബൈ 10 മൈനസ് 0. 0 മൈനസ് 100 ബൈ 10 മൈനസ് 0. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എത്ര കിട്ടും? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു
minus 100 by 10. Slope is equal to minus 100 by 10, which is equal to minus 10 meter per second square. Minus 10 meter per second square. So this is the acceleration of the ball from the graph. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ, നെഗറ്റീവ് സ്ലോപ്പാണ്. പിന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ബോഡി മുകളിലോട്ട് എറിയുക ചെയ്യുന്നു. സോ മുകളിലോട്ട് എറിയുമ്പോൾ ഗ്രാവിറ്റി നമ്മൾ എന്താക്കി എടുക്കും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ആൻസറിൽ ഈ മൈനസ് വരുന്നത്, minus 10 meter per second square. ക്ലിയർ? അണ്ടർസ്റ്റുഡ്? ഇവിടെ അപ്പോൾ എന്ത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് യു ആക്സിലറേഷൻ. ഇവിടെ ഫ്രീ ഫോളിൻ്റെ കോൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. ഫ്രീ ഫോളിൽ ആലോചിക്കാം, ഫ്രീ ഫോളിൽ ഒരു ബോഡി മുകളിലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കണം, താഴത്തോട്ട് പോകുമ്പോഴേക്കും ആക്സിലറേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതിന്, കാരണം എത്ര ദൂരം അത് മുകളിലോട്ട് പോകുന്നു അത്രയും ദൂരം തന്നെ അത് താഴത്തോട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതിന്. പക്ഷേ ഡിസ്റ്റൻസ് ചോദിക്കുമ്പോൾ ഈ രണ്ട് ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി, ഓക്കെ, ടൈം 0 ആയിരുന്ന സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ ഇത്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അത് കുറച്ചും കൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുക, അതാണ് മെയിനായിട്ട് നമുക്ക് എക്സാംസിന് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യനും നോക്കി, 3 ക്വസ്റ്റ്യനും ഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് നമ്മൾ കണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4 pairs of initial and final positions of a body along the x-axis is given. X-axisലുള്ള പൊസിഷൻസ് ആണ് വന്നിരിക്കുന്നത്. വിച്ച് പെയർസ് ഗീവ്സ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി? ഓക്കെ, വിച്ച് പെയർസ് ഗീവ്സ് ദ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി? സോ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനാണ് വന്നിരിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പൊസിഷൻ ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ. Okay, so displacement is equal to final position minus initial position. Displacement is equal to final position minus initial position. Okay, so displacement is equal to final position minus initial position. നമുക്ക് ഓരോ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എടുത്ത് നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് പെയർ ഗീവ്സ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പെയർ ഗീവ്സ് ദ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്? സോ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ പൊസിഷൻസ് മൈനസ് ചെയ്താൽ മതി. ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ 15 ആണ് ഫൈനൽ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ -10 ആണ്. സോ 15 minus -10, 15 minus -10, അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. 15 + 10 എത്ര? 25. ഇവിടെ നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ ഇതായിരിക്കണം അല്ലേ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കി നോക്കാം. ബി സെക്കൻഡ് കേസിൽ എത്രയാണ്? -5ഉം -12ഉം ആണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ -12 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ -5. സോ -12 + 5, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -7 കിട്ടുന്നുണ്ട്. -7 നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ അതല്ല ആൻസർ. ഇനി അടുത്ത ഏതാ? 2ഉം 5ഉം ആണ്. ഓക്കെ, 2 മീറ്ററും 5 മീറ്റർ, 2 മീറ്ററും -5 മീറ്ററും, 5 അല്ല -5 മീറ്റർ. സോ ഫൈനൽ പൊസിഷൻ ഇസ് -5 -2, -5 -2, -5 -2 is -7 meters, -7 meters. സോ അവിടെയും നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇതും കിട്ടില്ല. ഇനി ലാസ്റ്റ് കേസ് 2 മീറ്ററും 1 മീറ്റർ. ഇനീഷ്യൽ പൊസിഷൻ നമുക്ക് 2 മീറ്റർ, ഫൈനൽ പൊസിഷൻ നമുക്ക് 1 മീറ്റർ. സോ ഫൈനൽ പൊസിഷൻ 1 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 2, 1 - 2 വിച്ച് ഇസ് ഈക്വൽ ടു -1. അവിടെയും നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റൈറ്റ്, അവിടെയും നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാട്ടോ വരച്ചേക്കുന്നത്. എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമുക്കറിയാലോ എന്താ, റൈറ്റിലോട്ടെല്ലാം പോസിറ്റീവാണ് ആൻഡ് ലെഫ്റ്റിലോട്ടെല്ലാം നെഗറ്റീവാണ്. ലാസ്റ്റ് കേസ് മാത്രമൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ 2 മീറ്റേഴ്സാണ്. സോ ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ 2 മീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് ഈ ഡയറക്ഷനിലോട്ട് 2 മീറ്റർ ആൻഡ് ഫൈനൽ പൊസിഷൻ 1 മീറ്റർ. ഓക്കെ, സോ ഇനീഷ്യൽ പൊസിഷൻ 2 മീറ്റർ, ഫൈനൽ പൊസിഷൻ ഇതേ ഡയറക്ഷനിൽ തന്നെ 1 മീറ്റർ. ഓക്കെ, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുമ്പോഴേക്കും
എന്താ ഫൈനൽ പോയിന്റ് മൈനസ് ദ ഇനീഷ്യൽ പോയിന്റ് 1 - 2 എത്ര വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു -1. ക്ലിയർ? സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. തിയറിയിൽ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കണം ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത്. ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കും. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അത് നെഗറ്റീവ് ആവാം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് വാല്യൂസ് വരാം, പോസിറ്റീവ് വാല്യൂസ് വരാം, 0 വരാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻസ് ആണ്. ഓക്കെ, 5th ക്വസ്റ്റ്യനിലോട്ട് പോവാം. പിന്നെയും ഗ്രാഫ് ക്വസ്റ്റ്യൻ 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വെച്ചത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are as shown below. Position time graph of 2 objects A and B is as shown below. Which body has greater velocity? ഓക്കെ, ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. സോ പൊസിഷൻ ഇസ് പ്ലോട്ടഡ് ഓൺ ദ y ആക്സിസ്, ടൈം ഇസ് പ്ലോട്ടഡ് ഓൺ ദി x ആക്സിസ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് യു വെലോസിറ്റി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി ആണ്. വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. 2 ബോഡി ഉണ്ട്, എയും ബിയും. ഓക്കെ, എയിൻ്റെ സ്ലോപ്പ് കണ്ടല്ലോ, എയിൻ്റെ ആംഗിൾ കണ്ടല്ലോ, അത് കൂടുതലാണ് 60 ഡിഗ്രി. ബീൻ്റെ സ്ലോപ്പ് ആണെങ്കിൽ 30 ഡിഗ്രി ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ സ്ലോപ്പ് ആർക്കാണ്? ഗ്രേറ്റർ സ്ലോപ്പ് എക്കാണ്. ഗ്രേറ്റർ സ്ലോപ്പ് എക്കാണ്. എ ആണ് കൂടുതൽ ആംഗിൾ മേക്കുന്നത്. സോ ഗ്രേറ്റർ സ്ലോപ്പ് ഇസ് ഫ്ലോർ എ അല്ലേ? ഗ്രേറ്റർ സ്ലോപ്പ്, ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഇവിടെ ആർക്കാ? എക്കാണോ ബീനാണോ? എക്കാണ് കൂടുതൽ സ്ലോപ്പ്. ഓക്കെ, സോ സ്ലോപ്പ് കൂടുകയാണെങ്കിൽ വെലോസിറ്റി കൂടുതലാണ്. സോ സ്ലോപ്പ് കൂടുകയാണെങ്കിൽ വെലോസിറ്റി കൂടുതലാണ്, കാരണം സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് വെലോസിറ്റി. ഇനി ഞാൻ നേരത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് നമുക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ ബോഡി എയുടെ കേസിൽ അപ്പോൾ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് എയിൻ്റെ കേസിൽ അപ്പോൾ എത്ര? ടാൻ 60. ടാൻ 60 എത്ര? ടാൻ 60 പറ. മാത്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ടാൻ 60 എത്ര? ടാൻ 60 ഈസ് ഈക്വൽ ടു √3 അല്ലേ? ടാൻ 60 ഈസ് ഈക്വൽ ടു √3 ആണ്. ടാൻ 60 ഈസ് ഈക്വൽ ടു √3. ടാൻ 30 1/√3. ടാൻ 45 1. ടാൻ 60 ഈസ് ഈക്വൽ ടു √3. ഇനി സ്ലോപ്പ് ഓഫ് ബി. സ്ലോപ്പ് ഓഫ് ബി അപ്പോൾ എത്ര? സ്ലോപ്പ് ഓഫ് ബി എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞ ബോഡിയുടെ സ്ലോപ്പ് അപ്പോൾ ടാൻ 30 ആണ്. കാരണം ബി എത്ര ആംഗിളാണ് മേക്ക് ചെയ്യണത്? ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് മേക്ക് ചെയ്യുന്നത്. സോ ടാൻ 30 എന്ന് പറയുന്നത് എത്ര? ടാൻ 30 ഈസ് ഈക്വൽ ടു 1/√3. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. √3യുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. √3യുടെ വാല്യൂ 1.73 ആണ്. √3യുടെ വാല്യൂ 1.73 എന്നാൽ 1/√3യുടെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? 1/1.73. അത് അതിനേക്കാളും കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ സ്ലോപ്പ് നോക്കുമ്പോഴേക്കും ആർക്കാ കൂടുതൽ? അപ്പോൾ ടാൻ 60 അല്ലേ കൂടുതൽ? ടാൻ 30നേക്കാളും കൂടുതലാണ് ടാൻ 60. സോ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ഫോർ എ. സ്ലോപ്പ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. ബി ബോഡിയുടെ സ്ലോപ്പിനേക്കാളും ഗ്രേറ്റർ ആണ് എ ബോഡിയുടെ സ്ലോപ്പ്. സോ സ്ലോപ്പ് കൂടുകയാണെങ്കിൽ വെലോസിറ്റി കൂടും. സോ ഗ്രേറ്റർ വെലോസിറ്റി ഇവിടെ ആർക്കാണ്? എ. ബോഡി എ ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. സോ ഗ്രേറ്റർ ദ സ്ലോപ്പ്, ഗ്രേറ്റർ ദ വെലോസിറ്റി. ഗ്രേറ്റർ ദ സ്ലോപ്പ്, ഗ്രേറ്റർ ദ വെലോസിറ്റി. ഇവിടെ റേഷ്യോസും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി? നമ്മൾ എന്തായാലും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? സ്ലോപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സോ വെലോസിറ്റി ഓഫ് എ ബൈ വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് എ ബൈ വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് എ എത്രയാണ്? ടാൻ 60. ഇറ്റ് ഇസ് ഈക്വൽ ടു √3. സോ വെലോസിറ്റി ഓഫ് എ ഈസ് √3 ആൻഡ് വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? 1/√3. √3 by 1/√3. √3 by 1/√3. So ratio of velocity of A and B ആണ് ചോദിച്ചിരിക്കുന്നത്. VA is to VB equal to √3 divided by 1/√3. So എത്ര വരുന്നുണ്ട്? √3 by 1 into √3 by 1
ഇൻറ്റു ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കും അല്ലേ, റെസിപ്രോക്കൽ എടുക്കുമ്പോഴേക്കും √3/1 ഇൻറ്റു √3. സോ ഇറ്റ് വിൽ ബിക്കം ഈക്വൽ ടു 3:1, 3/1, റൈറ്റ്. അപ്പോൾ ഇത് എത്ര വരുന്നുണ്ട്? 3:1. ക്ലിയർ? സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ലെസൻ്റെ ഒരു സെഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഈ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറിയിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലായിട്ടും വരുന്നത് എവിടെ നിന്നാണ്? കൂടുതലായിട്ട് വരുന്നത് ഗ്രാഫ്സ് എന്നും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനും ഗ്രാഫും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാർക്കിൽ എന്തായാലും 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, സോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. അടുത്ത സെഷൻ നമുക്കുണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇനി സെഷൻസ് ഉണ്ടാവും. വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഷെഡ്യൂൾ നമുക്ക് എൻക്വയറി ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് രാത്രി തന്നെ 8:30 നിങ്ങൾക്ക് മാത്സിൻ്റെ സെഷൻ ഉണ്ട്. ജോയിൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എങ്ങനെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാം ആ ഒരു കോൺസെപ്റ്റൊക്കെ പറഞ്ഞു തരും സാർ. സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്താണ് ഡിസ്കസ് ചെയ്യുക. സോ ട്യൂൺ ഇൻ ടു 8:30 സെഷൻ, മാത്സ് സെഷന് ജോയിൻ ചെയ്യുക. എല്ലാവരും നമുക്ക് അവിടെ കാണാം. അതുപോലെ ഈ സെഷൻ്റെ അടിയിൽ നമുക്ക് ഈ യൂട്യൂബ് കമൻസിൻ്റെ അടിയിൽ നമുക്കൊരു ലിങ്ക് ഉണ്ട്, വെബിനാറിൻ്റെ ആണ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ കോഴ്സ്, ഈ ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിൻ്റെ എൻഡിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എങ്ങനെ നമുക്കൊരു 90% അബോവ് സ്കോർ ചെയ്യാം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരാൻ പോകുന്നത്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വെബിനാർസ് ഉണ്ടാവും. സോ ആ ലിങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ ദാറ്റ് വെബിനാർ. ആ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് നമുക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. നിങ്ങൾ വരുന്ന ലിങ്കിനകത്ത് അല്ലെങ്കിൽ ആ ലിങ്കിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഓക്കെ, സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അടുത്ത സെഷനായിട്ട് വരുന്നവരെ നന്നായി പഠിക്കുക, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹോം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും. മെൻറ്ററിലോട്ട് വിളിക്കുക, മെൻറ്റർ സപ്പോർട്ടിലോട്ട് വിളിക്കുക. എനിക്ക് ഇന്ന കോൺസെപ്റ്റ് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ടീച്ചേഴ്സ് റെഡിയാണ് എടുക്കാനായിട്ട്. ഓക്കെ, സോ അതിലൊരു ഇതും വേണ്ട, ഒരു മടിയും വേണ്ട. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്.